കൊല്ലം ജില്ലയിലെ ഞങ്ങളുടെ അന്വേഷണത്തിൽ തിരുവനന്തപുരത്തെ സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ മരുന്ന് പരീക്ഷണത്തിനിരയായ നിരവധി പേരെ കണ്ടെത്താനായി. നിയമപരമായ കാരണങ്ങളാൽ ഇവരുടെ പേരോ മറ്റു വിവരങ്ങളോ നൽകാൻ കഴിയില്ല. സൗജന്യ ചികിത്സയുടെ മറവിൽ മരുന്ന് പരീക്ഷണത്തിന് വിധേയരായവരാണ് ഞങ്ങൾ കണ്ടുമുട്ടിയവർ. പുനലൂർ സ്വദേശിയായ ഈ 61-കാരി 2004-ലാണ് തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിൽ മരുന്ന് പരീക്ഷണത്തിന് വിധേയയായത്. ഞങ്ങൾ കണ്ടുമുട്ടുമ്പോൾ കൊല്ലം ടൗണിലെ സർക്കാർ ആശുപത്രിയിൽ അജ്ഞാത രോഗത്തിന്റെ ചികിത്സയിലാണിവർ. ഹിംസിലായിരുന്നു തോന്നുന്നു. എനിക്ക് സ്ഥലമൊന്നും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അവിടെ കൊണ്ടുവന്നിറങ്ങി അവിടെ വേറെ ഡോക്ടർമാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഏതൊക്കെയാണെന്നും അതും അറിഞ്ഞുകൂടാ. കൊണ്ടുവരുത്തിച്ച് ഇങ്ങനെ എല്ലാവരുടെ അടുത്തും പറഞ്ഞ് ഇന്ന അസുഖത്തിന് ഞങ്ങൾ ആളിനെ എടുക്കുക. പിന്നെ അങ്ങനെയൊക്കെ അതിലോട്ട് എടുത്തു കഴിയുമ്പോൾ മരുന്നൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. കൊട്ടാരക്കര സ്വദേശിനിയായ 71-കാരിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് മരുന്ന് പരീക്ഷണത്തിന് വിധേയയാക്കിയത്. ചെലവില്ലാതെ ഒരു ചെക്കപ്പ് നടക്കുന്നെങ്കിൽ ഒരു വർഷത്തിൽ 2-3 പ്രാവശ്യമൊക്കെ ചെക്കപ്പ് നടക്കുന്നെങ്കിൽ അത് നല്ല കാര്യം തന്നെ, നമുക്ക് പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ പോയത്. കൊല്ലം കടപ്പാക്കട സ്വദേശിയായ ഈ ഓട്ടോ ഡ്രൈവറുടെ മാതാപിതാക്കളെയും സൗജന്യ ചികിത്സ തരാമെന്ന് പറഞ്ഞാണ് കിംസ് ആശുപത്രി മരുന്ന് പരീക്ഷണത്തിന് എത്തിച്ചത്. ഇങ്ങനെ കിംസിലൊരു ഡോക്ടർ വരുന്നുണ്ട്. അവർ വന്നിട്ടുണ്ടെങ്കിൽ പരിശോധിച്ച് നോക്കാന്നുണ്ടെങ്കിൽ പരിശോധിച്ച് നോക്കും, ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഷുഗറോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും മറ്റേതെങ്കിലും അസുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെടുക്കത്തില്ല. അതല്ല ഷുഗറൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്യും. അത് അങ്ങനെയെന്നുണ്ടെങ്കിൽ ഇവിടെ ലോഡ്ജിന് നമ്മുടെ കട്ടവണകാർത്തി സേവേഴ്സ് ലോഡ്ജുണ്ട്, അവിടെ ഡോക്ടർ വരും. അന്നേരം വന്ന് നിങ്ങൾ എത്ര പേര് വരാമെന്ന് വെച്ചാൽ അവിടെ വന്നിട്ട് സെലക്ട് ചെയ്ത് എന്നിട്ട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനുള്ള പരിപാടി എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും കൂടി ഒരു വണ്ടിക്കകത്താണെങ്കിൽ വണ്ടിക്കകത്ത്, അതല്ല നിങ്ങൾ അവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു വണ്ടിക്ക് ഒരു സൈതം തന്നു വിടും എന്നും പറഞ്ഞ് ആണ് അച്ഛനും അമ്മയും കൂടി ഇവിടുന്ന് പോയത്. അവിടെ ചെന്നപ്പം അമ്മയ്ക്ക് സെലക്ട് ചെയ്തില്ലെന്ന് തോന്നുന്നു, അച്ഛൻ സെലക്ട് ആയിരുന്നു. അച്ഛൻ ആ സമയത്ത് എത്ര വർഷം മുമ്പ് ഇതിപ്പോൾ ഒരു 5 വർഷമാകും. 2 കൊല്ലം ഇപ്പം അച്ഛൻ മരിച്ചിട്ട് ഇപ്പം 2 കൊല്ലം കഴിഞ്ഞ് ഇപ്പം 2 കൊല്ലം 2-3 മാസമായിട്ടുണ്ട്. മരുന്ന് പരീക്ഷണത്തിനായി കൂട്ടത്തോടെ ആളുകളെ ബസ്സിൽ കയറ്റി കൊണ്ടുപോയിരുന്നുവെന്നും ഇവർ വെളിപ്പെടുത്തുന്നു. വണ്ടിയിൽ കൊണ്ടുപോയി, ബസ്സിൽ, കൊച്ചു മിനി ബസ്സിൽ. ശിവൻപിള്ളയാണെങ്കിൽ ഒരുപാട് പേരെ കൊണ്ടുപോയിട്ടുണ്ട്. 10,500 പേരെ ഒന്നും അല്ല കൊണ്ടുപോയിട്ടുള്ള ശിവൻപിള്ള എന്ന് പറഞ്ഞാൽ. കേരളത്തിലെ മരുന്ന് പരീക്ഷണം സംബന്ധിച്ച വാർത്തകൾ പുറത്തു വന്ന ശേഷം നിരവധി ടെലിഫോൺ കോളുകളാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സമീപകാലത്ത് കേരളത്തിൽ നടന്ന മരുന്ന് പരീക്ഷണങ്ങളുടെ ശരിതെറ്റുകളെക്കുറിച്ച് സമഗ്രവും വിദഗ്ധവുമായ അന്വേഷണമാണ് ഈ പ്രതികരണങ്ങൾ ആവശ്യപ്പെടുന്നതും. ക്യാമറമാൻ എസ് സുരേഷ് കുമാറിനൊപ്പം PR സരിൻ, തിരുവനന്തപുരം, ഇന്ത്യ വിഷൻ.